നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളുടെ അസ്ഥി ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളിലെ അസ്ഥിരോഗങ്ങളെക്കുറിച്ചും അസ്ഥി വൈകല്യങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റും സർജനുമായ ഡോക്ടർ ആർ റിജുവാണ്. ഡോക്ടർ നമസ്കാരം. 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 ഡോക്ടർ, കുട്ടികളിൽ പൊതുവെ കണ്ടുവരുന്ന അസ്ഥിരോഗങ്ങൾ എന്തൊക്കെയാണ്? അതിൽ തന്നെ ഗുരുതര രോഗങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളെ പൊതുവെ കാണുന്ന രോഗങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ പ്രായം അനുസരിച്ചിട്ടായിരിക്കും പറയുന്ന കുറച്ചും കൂടെ ഭേദമായിട്ട്. അതായത് ജനിച്ച് ഒരു 2 വയസ്സ് വരെയൊക്കെ സാധാരണയായിട്ട് കാണുന്നത് ജന്മനാ ഉള്ള ചെറിയ വൈകല്യങ്ങൾ, അതേപോലെ വളർച്ചക്കുറവ്, അതൊക്കെയാണ് സാധാരണ കാണുന്നത്. പിന്നെ നടന്നു തുടങ്ങുമ്പോൾ, അതായത് ഒരു 2 വയസ്സ് മുതൽ ഒരു 5 വയസ്സ് ആ സമയത്തൊക്കെ കൈ, തുടയൽ അല്ലെങ്കിൽ മുട്ട്, കാല്, അതിൻ്റെയൊക്കെ ചെറിയ വളവുകൾ അല്ലെങ്കിൽ അതിൽ കാണുന്ന ചെറിയ മുഴകൾ, അങ്ങനെയൊക്കെയാണ് സാധാരണ ആ പ്രായത്തിലെ കുട്ടികൾ കാണുന്നത്. പിന്നെ ചെറിയ ഇൻഫെക്ഷൻ, അതായത് പനിയോ ചുമയോ അല്ലെങ്കിൽ വൈറൽ എന്തെങ്കിലും അസുഖം വന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് ചില ജോയിൻസിനൊക്കെ ചെറിയ ഇൻഫെക്ഷൻ പോലെ വരാം. പിന്നെ കുറച്ചും കൂടെ മുതിർന്ന കുട്ടികൾ, അതായത് ഒരു 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് സാധാരണ ഈ സ്കൂൾ ബാഗോ അല്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള നട്ടലിൻ്റെ വളവോ, നടുവേദന, അതേപോലെ സ്പോർട്സ് ഇഞ്ചറി, ഇങ്ങനെയായിരിക്കും നമ്മൾ സാധാരണ കാണുന്നത്. ഡോക്ടർ, കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന അസ്ഥിവൈകല്യങ്ങൾ ഏതൊക്കെയാണ്? അസ്ഥിവൈകല്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറയണ്ടായി, നമ്മൾ ജനിച്ച് ആദ്യമേ കാണുന്ന നമ്മൾ ക്ലബ് ഫുട്ട് അല്ലെങ്കിൽ ചട്ടുകാലിന് പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ അമ്മയുടെ ഉദരത്തിൽ അതായത് ഫ്ലൂയിഡിൻ്റെ കുറവോ അല്ലെങ്കിൽ അത് കാരണം, അതേപോലെ മറ്റു കാര്യങ്ങൾ കാരണം കാലിൻ്റെ പാദം ചെറിയൊരു ചട്ട് പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച ചികിത്സിച്ച് ഭേദം ആക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത് കാണുന്നത് ഇടുപ്പിൻ്റെ ജോയിന്റ് തന്നെ ഡെവലപ്മെന്റൽ ഡിസ്പ്ലേസിയ ഓഫ് ഹിപ്പ് എന്ന് പറയാറുണ്ട്. അതായത് ഹിപ്പ് ജോയിന്റ് അതിന്റെ സ്ഥാനത്ത് നിന്ന് ശകലം മാറി, അത് കാരണം കാലിന് നീളക്കുറവോ വളർച്ച ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ മൂന്നാമത്തത് നമ്മൾ ഓസ്റ്റിയോജെൻസിസ് ഇൻപെർഫെക്റ്റ എന്ന് പറയും. അതായത് അസ്ഥികൾ പൊടിയുന്ന രോഗമാണ്. അത് ജനറ്റിക് ആയിട്ടുള്ള അസുഖമാണ്. അതിന് ഇപ്പോഴത്തേക്ക് ഒരു ട്രീറ്റ്മെന്റ്, കംപ്ലീറ്റ് ക്യൂർ എന്ന് പറയാൻ ഇപ്പോൾ അത് ആയിട്ടില്ല. ഇതൊക്കെയാണ് സാധാരണ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു അസുഖം നമുക്ക് കാണുന്നത്. ഡോക്ടർ, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് കുട്ടികളിൽ അസ്ഥിവൈകല്യം വരാൻ സാധ്യതയുണ്ട്? അതെ, ക്ലിയർ ആയില്ല, ഒന്ന് പറയാം. കുട്ടികളിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് അസ്ഥിരോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്? അസ്ഥിരോഗങ്ങൾ വരാൻ സാധ്യത ആദ്യത്തെ ഏറ്റവും കൂടുതൽ ജനറ്റിക് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികളിൽ സാധാരണ ജനറ്റിക് ആണ്, ഒരു 90% ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. പിന്നെ 2 വയസ്സോ അതിന് ശേഷമാണ് നമ്മൾ കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം എല്ലിന് ബലക്കുറവോ വളവോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ പരിക്ക് മൂലം ഉണ്ടാവുന്ന ഫ്രാക്ചർ, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്. കുഞ്ഞുങ്ങളിൽ ജന്മന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഡോക്ടർ, ജന്മന കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? കുഞ്ഞുങ്ങളിൽ ഞാൻ നേരത്തെ പറയാൻ, നമ്മൾ പ്രായം അനുസരിച്ചിട്ടാണ് ഓരോ കുഞ്ഞുങ്ങളിലെ അസ്ഥി വൈകല്യങ്ങൾ പറയുന്നത്. സാധാരണ നമുക്ക് ഈ ക്ലബ് ഫുട്ട് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് ശരിയാക്കി ഒരു 4-5 പ്ലാസ്റ്റർ ഓരോ ആഴ്ച ഇടവിട്ട് ഇട്ട് ആ വളവ് നിവർത്തി ശരിയാക്കാറുണ്ട്. അതേപോലെ ഇടുപ്പിന്റെ തെന്നിയിരിക്കുവാണെങ്കിൽ അത് നമ്മൾ പിടിച്ചിട്ട് അതിനുള്ള നമ്മൾ അത് പ്ലാസ്റ്ററോ അല്ലെങ്കിൽ അതിന് സ്ലിംഗ് എന്ന് പറയും, അതിട്ട് അതിനെ കുട്ടികളെ നമ്മൾ കളിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ അനുവദിക്കാറുണ്ട്. പിന്നെ ഈ ബാക്കി എല്ലിന് ഇപ്പം ബലക്കുറവ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സാധാരണ കാൽഷ്യം സപ്ലിമെന്റോ വൈറ്റമിൻ സപ്ലിമെന്റോ അങ്ങനെ കൊടുക്കാറുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറയേണ്ട 2-3 വയസ്സിനുള്ള കാലിന് മുട്ട് വളവോ അല്ലെങ്കിൽ തുടയലിൻ്റെ വളവോ, അതൊക്കെ നമ്മൾ ഒരു 90% ജനറ്റിക്, അതായത് നോർമലായിട്ട് തന്നെ ശരിയായി പോകുന്നതാണ്. നമ്മൾ കാലിന് നീളക്കുറവോ അല്ലെങ്കിൽ ഒരു 15 ഡിഗ്രി അല്ലെങ്കിൽ അതിൽ കൂടുതൽ വളവുള്ള സാധാരണഗതിയിൽ കൂടുതലായിട്ട് പരിശോധിച്ച് അത് നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് സാധാരണ അത് പറയാറ്.
ഡോക്ടർ, കുട്ടികളിൽ തുടരെ തുടരെ എല്ലുകൾ പൊട്ടുന്ന ഒരു അസുഖം കണ്ടുവരാറുണ്ട്. അതിന്റെ കാരണം എന്താണ്? തുടരെ തുടരെ എല്ല് പൊട്ടുന്ന ആദ്യത്തെ മെയിൻ റീസൺ നമ്മൾ ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ എന്ന് പറയും. അതായത് സാധാരണ നമ്മൾ കുട്ടികളിൽ എല്ല് വളരാൻ വേണ്ടിയിട്ട് പ്രത്യേകതരം ഒരു ജീനുണ്ട്. ആ ജീനിന്റെ അഭാവം കാരണം ബോൺ വീക്ക് ആയിരിക്കും. അതുകൊണ്ട് ചെറിയ ഒരു പരിക്കോ അല്ലെങ്കിൽ നടക്കുമ്പോൾ അപ്പോൾ തന്നെ അങ്ങനെ എല്ലുകൾക്ക് ഫ്രാക്ചറോ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ടൈം ഫ്രാക്ചർ വരുവാണെങ്കിൽ അത് കാൽഷ്യം അതേപോലെ എല്ലിന് ബലം വെക്കാൻ വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ് കൊടുക്കും. അതേപോലെ ഒന്നി കൂടുതൽ പൊട്ടലുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെറിയൊരു സർജറി പോലെ അത് ഉറപ്പിക്കേണ്ടി വരാറുണ്ട്. പിന്നെ പൊതുവേ ഇപ്പം കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ചെറിയ വീഴ്ചയിൽ തന്നെ ഫ്രാക്ചർ വരുവാണെങ്കിൽ നമ്മൾ ഫ്രാക്ചറിന്റെ ഒപ്പം കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കൊടുത്ത് അത് ഭേദമാക്കാറുണ്ട്. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. ഡോക്ടർ, അസ്ഥി സംബന്ധമായ ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും? അതുപോലെ ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സൂചനകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? അതെ, ഇപ്പം നമ്മൾ ആദ്യമേ ജനറ്റിക് ആയിട്ട് ഞാൻ പറയും, ഏറ്റവും ചെറിയ പ്രായത്തിൽ വരുന്ന ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള ഞാൻ ക്ലെഫ്റ്റ് ഫീറ്റ് പറഞ്ഞു, ഡെവലപ്മെന്റൽ ഡിസ്പ്ലേസിയ ഓഫ് ഹിപ്പ് പറഞ്ഞു, അതേപോലെ ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ. അതേപോലത്തെ രോഗങ്ങളൊക്കെ നമ്മൾ ബൈ പ്രഗ്നൻസി സമയത്ത് തന്നെ അൾട്രാസൗണ്ട് സ്കാനിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ മൊഡാലിറ്റീസ് ഓഫ് സ്കാനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അത് ആദ്യമേ കണ്ടുപിടിച്ചാൽ അത് ട്രീറ്റ്മെന്റ് തുടർന്ന് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്നതാണ് ഈ ക്ലബ് ഫീറ്റും DDHും. ഓസ്റ്റിയോജെനിസിസ് ഇംപെർഫെക്റ്റ മാത്രമാണ് നമ്മൾ ഒരു ട്രീറ്റ്മെന്റിന് ഒരു ബുദ്ധിമുട്ട് ഉള്ളത്. അത് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം ഉണ്ടായി. ഇപ്പം ആദ്യമേ നമ്മൾ ഈ കൺസാങ്ഗ്വിനസ് മാരേജ് എന്ന് പറയും, ഇപ്പോൾ സെയിം ഫാമിലിയിൽ നിന്ന് മാരേജ് ചെയ്യുവാണെങ്കിലും അതേപോലെ ജീൻസ് കോമൺ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ വരാൻ കുറച്ചും കൂടെ സാധ്യത, ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾ എല്ലാവരും പറയുന്നത് തന്നെയാണ് ഡോക്ടേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ജനറ്റിക് ആയിട്ടുള്ള അസുഖം സാധാരണ സെയിം ഫാമിലിയിലോ അല്ലെങ്കിൽ സെയിം ജനറ്റിക് മേക്ക് ഉണ്ടെങ്കിൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം കഴിവതും അങ്ങനത്തെ മാരേജ് സമയത്തോ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് മുമ്പായിട്ടോ ഒന്ന് ചെക്ക് ചെയ്യുന്ന എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഒരു ജനറ്റിക് ടെസ്റ്റിംഗ് നടത്തിയാൽ നമുക്കത് അറിയാൻ പറ്റും വരാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം. അതേപോലെ പ്രിവെൻഷൻ ആയിട്ട് കുട്ടികൾക്ക് ഇപ്പം നമുക്ക് എല്ലിന് അസ്ഥികൾക്ക് ബലക്കുറവോ അല്ലെങ്കിൽ മറ്റു അസുഖങ്ങളായിട്ട് തോന്നുവാണെങ്കിൽ വൈറ്റമിൻ ഡി ഡ്രോപ്സ് ഇപ്പം നമ്മളെ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് തന്നെ ഡ്രോപ്സ് കൊടുക്കാറുണ്ട്. അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പയ്യന്നൂരിൽ നിന്ന് രവീന്ദ്രനാണ്. രവീന്ദ്രൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ സാറേ, ഞാൻ പയ്യന്നൂരിൽ നിന്ന് രവീന്ദ്രനാണ്. അതെ, നമസ്കാരം. സാറേ, ഞാൻ പയ്യന്നൂരിൽ നിന്ന് രവീന്ദ്രനാണ്. അതെ അതെ, കേൾക്കാം. നമസ്കാരം, പറഞ്ഞോട്ടോ. മകളുടെ കുട്ടിക്ക് ജന്മന കാലിന് ഒരു കാലിന് വളരെ വലിപ്പം കുറവാണ്. അപ്പൊ അത് നമ്മുടെ ഡോക്ടറെല്ലാം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുറച്ച് പ്രായമായിട്ട് അമ്മ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ, ഇപ്പം നമ്മൾ 11 വയസ്സായി. ശ്രീലക്ഷ്മി എന്ന കുട്ടിക്ക്, പെൺകുട്ടിയാണ്. അപ്പൊ അത് എന്താ ചെയ്യാൻ വേണ്ടി പറ്റും ഡോക്ടർ സാറേ? അത് നമുക്ക് ഇപ്പം ജന്മനയാണോ ഈ കാലിന് നീളക്കുറവുണ്ടെന്ന് കണ്ടുപിടിച്ച് അതേ നടക്കാൻ കഴിഞ്ഞതിന് ശേഷമാണോ? രവീന്ദ്രൻ ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. കേൾക്കുന്നുണ്ട്. അതെ, ഞാൻ ചോദിച്ചത് ജനിച്ചപ്പോ തന്നെ അത് നമുക്ക് മനസ്സിലായിരുന്നു, അത് നടന്നു തുടങ്ങിയപ്പോഴാണോ ആ ബുദ്ധിമുട്ട് മനസ്സിലായത്? സാർ, അത് നമ്മുടെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഒരു കാലിന് വലിപ്പം കുറവാണ്ടായത്. അപ്പം അത് ഞാനിപ്പോൾ എൻ്റെ ഡയഗ്നോസിസ് വെച്ച് പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റൽ ഡിസ്പ്ലേസിയ ഓഫ് ഹിപ്പ് എന്ന് പറയും. അതായത് ഹിപ്പിന്റെ സോക്കറ്റിന് വളർച്ച കുറഞ്ഞ കാരണം അത് ആ സ്ഥലത്ത് ഇരിക്കുകയായിരിക്കില്ല, അതുകൊണ്ട് അത് മേളിലോട്ട് മാറിയിരിക്കുമായിരിക്കും. അതാണ് സാധ്യത. എക്സ്റേ വല്ലതും എടുത്ത് നോക്കിയായിരുന്നോ? എന്തെങ്കിലും കാരണങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഡോക്ടറെ കണ്ടിട്ട്? രവീന്ദ്രൻ ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. എക്സ്റേ എടുത്ത് നോക്കിനി, അത് ഇപ്പം വളരുമ്പോ ഒരു കാലം കുറച്ച് നീളം കൂടുതൽ കാണണം. ഇപ്പം അല്ല, ആദ്യം പറയണ്ടായി നമുക്ക് ഒരു കാലം നീളം കൂടുതൽ കാണണം. ഇപ്പൊ കാണുന്നുണ്ട് കൂടുതൽ നീളം.
അപ്പൊ കുഞ്ഞിക്ക് ഇപ്പൊ നമുക്ക് ഒരുപോലെ ഇല്ല കാലിന്റെ നീളം. അതെ ആ, അത് ഒന്ന് മനസ്സിലായി. കുറച്ച് നീളം അപ്പോഴത്തേക്ക് ജാസ്തി. ആ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമുക്ക് പ്രശ്നമുള്ള കാലിന് വളർച്ച കുറവാണ്, മറ്റേ വളർച്ച നോർമലാണ്. അപ്പൊ നമുക്ക് തോന്നുന്നത് ആ കാലിന് വളർച്ച കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവും, അതായിരിക്കാണ് വരാൻ സാധ്യതയുള്ളത്. എന്തായാലും ഇത് സാധാരണ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പരിശോധിച്ചും കൂടെ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഒരു ചിലപ്പോൾ ഒരു സർജറി പോലെ തന്നെ ചെയ്ത് ശരിയാക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ബിക്കോസ് ആ ഹിപ്പ് അതിന്റെ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് തിരിച്ചു കൊണ്ട് മാറ്റി വെക്കണം. ഇത് ഞാൻ ഹിസ്റ്ററി വെച്ചിട്ടാണ് പറയുന്നത്. എങ്കിലും കൂടുതൽ പരിശോധനയിലും എക്സ്റേ കണ്ടെങ്കിലേ കൂടുതൽ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കേട്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കി പറയുകയാണ് ഇതായിരിക്കും അതിന്റെ ഒരു ട്രീറ്റ്മെന്റ്. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. അങ്കമാലിയിൽ നിന്ന് റെന്നിയാണ്. റെന്നി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് കോൾ കട്ടായി. ഡോക്ടർ, ഇത്തരം കുട്ടികളിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രതിവിധി എന്താണ്? അതുപോലെ കുട്ടികളുടെ അസ്ഥി ആരോഗ്യ സംരക്ഷണം എങ്ങനെയാണ്? സാധാരണ ഈ കുട്ടികളെ ഞാൻ പറഞ്ഞ കുട്ടികൾ എന്ത് അസുഖമാണെങ്കിലും അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ അത് പെട്ടെന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ കുട്ടികളെ ആരോഗ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾ പലരും പണ്ടൊക്കെ ആണെങ്കിൽ പുറത്ത് കളിക്കാനും അങ്ങനെ വേറെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കൂടുതൽ ചെയ്യണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് കഴിവതും കുട്ടികൾ AC വീട്ടിൽ നിന്ന് AC സ്കൂൾ അവിടെ നിന്ന് തിരിച്ച് അതേപോലെ വന്നാൽ ഫോൺ അല്ലെങ്കിൽ അങ്ങനത്തെ സാധാരണ ഡിജിറ്റൽ മാർഗങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ അസ്ഥിരാരോഗ്യം ബെറ്റർ ആവണമെങ്കിൽ നമ്മളത് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കായിക ഇനങ്ങൾ, അതേപോലെ നമുക്ക് എപ്പോഴും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് വെയിൽ കൊള്ളുക എന്നുള്ളത്. സാധാരണ നമ്മൾ പറയുന്ന അസ്ഥിരാരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രാവിലത്തെ ഒരു 8 മണി അല്ലെങ്കിൽ വലിയ വെയിലില്ലാത്ത രീതിയിൽ ഇളം വെയിൽ കൊള്ളുന്ന എപ്പോഴും ഒരു 15 മുതൽ 20 മിനിറ്റ് കൊണ്ടാൽ അത്രയും നല്ലത്. അതേപോലെ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. ബോൺ സ്ട്രെങ്ത് വരണമെങ്കിൽ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി, നോർമൽ സ്പോർട്സ് ആക്ടിവിറ്റി അതൊക്കെ ചെയ്യുമ്പോഴായിരിക്കും കൂടുതലും വരാം. പിന്നെ ഇത് ഒന്നും നിൽക്കാത്തപ്പോഴാണ് ഫുഡ്, അതായത് നമ്മൾ ആഹാരങ്ങളിൽ കൂടുതലും കാൽഷ്യം കണ്ടന്റ് ഉള്ള ആഹാരം എടുക്കാൻ ശ്രമിക്കുക. കുട്ടികൾ വളർന്ന പ്രായമായതുകൊണ്ട് അവർക്ക് ഡിമാൻഡ് ഹൈ ആയിരിക്കും. അപ്പോൾ അത് കൂടുതൽ എടുക്കുക. അതായത് നമ്മൾ ആഹാരം എടുത്താൽ പാലാണ് മെയിൻ ആയിട്ടുള്ള കാൽഷ്യത്തിൻ്റെ സോഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ പാൽ ഉത്പന്നങ്ങൾ, അതേപോലെ മുട്ട, അതേപോലെ മത്സ്യങ്ങൾ, അതെല്ലാം നമുക്ക് ഈ കാൽഷ്യത്തിൻ്റെ നല്ലൊരു സോഴ്സാണ്. അതേപോലെ ഇപ്പോൾ പുതിയ വരുന്ന വെജിറ്റബിൾസിലും അല്ലെങ്കിൽ ഫുഡിലും ഒക്കെ ഫോർട്ടിഫൈ ചെയ്യാറുണ്ട്, അതായത് കാൽഷ്യം ആഡ് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആഡ് ചെയ്യുന്ന ഫുഡ് എടുക്കാലും കുറച്ചും കൂടെ അസ്ഥിരാരോഗ്യം നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. അങ്കമാലിയിൽ നിന്ന് റെന്നിയാണ്. റെന്നി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എന്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. കുട്ടിക്ക് ഇപ്പൊ 6 മാസം നാളേക്ക് ആകും. 6 മാസം തികയുന്ന കുട്ടിയാണ്. അപ്പോ അവര് ഇവിടെ അല്ലായിരുന്നു ഡെലിവറി, UK-യിലായിരുന്നു ഡെലിവറി. അപ്പൊ ഇവിടെ വരുമ്പോ 2 മാസം കഴിഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കുട്ടിയുടെ കാല് ഈ മുട്ടിന് താഴേക്ക് പുറത്തേക്ക് അല്പം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. അപ്പൊ അത് ഞങ്ങൾ കുളിപ്പിക്കുമ്പോ ജസ്റ്റ് ഒന്ന് തടവി ഇപ്പോ കുറെ നേരെ ആയിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ എവിടെയെങ്കിലും കാണിക്കണോ, ട്രീറ്റ്മെന്റ് എന്തെങ്കിലും വേണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അത് ഇനി അത് വല്ല വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണോ എന്താണെന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനെന്താ നമ്മൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ 6 മാസം അല്ലെ കുട്ടിക്ക് പ്രായം എന്ന് പറഞ്ഞാൽ അല്ലേ? 6 മാസം. 6 മാസം, അതെ. അപ്പം 6 മാസം ആകുമ്പോഴത്തേക്ക് കുട്ടി ഇപ്പോഴും നടന്നൊന്നും തുടങ്ങിയിട്ടില്ല. എഴഞ്ഞു തുടങ്ങിയോ? എങ്ങനെയാണ്? അത് പിടിച്ചിരിക്കോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ എന്താ ചെയ്യുന്നത്? കുഞ്ഞങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാറുണ്ടോ? അതായത് പിടിച്ചിരിക്കോ അല്ലെങ്കിൽ അല്ല കുട്ടി പിടിച്ച് ഇരിക്കുവോ, അതേ എഴയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പോഴും? മടിയിലൊക്കെ ഇരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഹെഡൊക്കെ ഉറച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഇരുന്നോളൂ. ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ചെറിയൊരു വളവ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ നിങ്ങൾ കേട്ടതിൽ മനസ്സിലാക്കുന്നത്. സാധാരണ ഒരു ഞാൻ നേരത്തെ പറയണ്ടായി, ഒരു 10 അല്ലെങ്കിൽ 15 ഡിഗ്രിക്ക് താഴെയുള്ള വളവാണെങ്കിൽ സാധാരണഗതിയിൽ അത് തന്നെ അങ്ങ് ശരിയായി പോകുന്നതാണ് നടന്നൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക്. എങ്കിലും UK ഒക്കെ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് UK അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് അങ്ങനെയുള്ള കുട്ടികളിൽ പൊതുവേ കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറച്ച് കുറവ് കാണാറുണ്ട്.
അപ്പോൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കൊടുത്താൽ നല്ലതായിരുന്നു. അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ സ്ഥിരാരോഗ്യവും വച്ചന് വളവ് കുറച്ച് സമയം ചെല്ലുമ്പോഴത്തേക്ക് ശരിയായി വരും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അത് പരിശോധിച്ച് നോക്കിയിട്ട് വേണം പറയാനെങ്കിലും കേട്ടതിൽ വെച്ച് മനസ്സിലാക്കുന്നത് അത് ശരിയായി പോകേണ്ട കാര്യമേ ഉള്ളൂ. ജസ്റ്റ് അത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അങ്ങനെയാണ്. കുട്ടിക്ക് നമ്മൾ വൈറ്റമിൻ ഡി ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നൊരു ഇമ്മ്യൂണൈസേഷൻ ചെയ്തായിരുന്നു. അപ്പൊ വൈറ്റമിൻ ഡി ഡ്രോപ്സ് അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൊടുക്കാം. അത് ഒരു 3 മുതൽ 6 മാസം വരെ കൊടുക്കാൻ പറ്റുന്നതാണ്. അത് എന്നിട്ട് വാച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സമയം ഉണ്ടെങ്കിൽ നമ്മളൊരു സംശയം തീരാൻ വേണ്ടിയിട്ട് ഒരു ഓർത്തോ ഡോക്ടറെ കൂടെ കാണിച്ചേക്കും. അത് ആയിരിക്കും. അത് പീഡിയാട്രിക് ഓർത്തോ തന്നെ വേണം അല്ലേ? അങ്ങനെ കുഴപ്പമില്ല. പീഡിയാട്രിക് ഓർത്തോ ഉണ്ടെങ്കിൽ നല്ല കാര്യം. അല്ലെങ്കിൽ ജനറൽ ഓർത്തോപെഡിഷൻ ആണെങ്കിലും അത് അവർക്ക് മനസ്സിലാവും, കണ്ടാൽ മനസ്സിലാവും. ശരി, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, അസ്ഥി രോഗങ്ങൾക്കും അസ്ഥി വൈകല്യങ്ങൾക്കുമുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അസ്ഥി രോഗങ്ങൾ കുട്ടികളാകുമ്പോൾ പൊതുവേ നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ്, അതായത് മരുന്നുകൊണ്ടും അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയാണ് മാക്സിമം ടൈം നമ്മൾ നോക്കുന്നത്. വളരെ ചുരുക്കം കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ സർജിക്കൽ ഓപ്ഷൻ പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറയണ്ടായി, ഈ ക്ലബ് ഫീറ്റ് ഒക്കെ നമ്മൾ സാധാരണ നേരത്തെ കണ്ടുപിടിച്ചാൽ 1 വയസ്സിന് താഴെയൊക്കെ ആണെങ്കിൽ നമുക്കത് പ്ലാസ്റ്റർ തന്നെ ചികിത്സിക്കാൻ പറ്റും. അതേപോലെ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ, അതൊക്കെ ഈ പ്രായം ചെല്ലും തോറും ഇപ്പോൾ 2 വയസ്സൊക്കെ ആയി, അത് നമ്മൾ നോട്ടീസ് ചെയ്തില്ല അല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചിലപ്പം സർജിക്കൽ കറക്ഷൻ തന്നെ വേണ്ടി വരും. അതേപോലെ നേരത്തെ പറയുണ്ടായി, നമ്മൾ ബോൺ ഓസ്റ്റോജെൻസിസ് ഇൻപെർഫെക്റ്റ്, അതായത് മൾട്ടിപ്പിൾ ടൈംസ് ബോൺ ഫ്രാക്ചർ ഉണ്ടെങ്കിലും അതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ സർജിക്കൽ കറക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഡയറ്റ് സപ്ലിമെന്റേഷനും ആവശ്യമുണ്ടെങ്കിൽ മെഡിസിൻ, കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കൊടുക്കാറുണ്ട്. ഒരു 90% കാര്യങ്ങളിലും നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് കൊണ്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഒരു 5 to 10% കാര്യങ്ങൾ മാത്രമാണ് സർജിക്കൽ ഓപ്ഷൻ. അതേപോലെ ബ്രേസസ് എന്ന് പറയും. ഇപ്പം നേരത്തെ പറയുന്നത് നടക്കുന്ന കുട്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാലിൽ വളവ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ബ്രേസ് സപ്പോർട്ട് പോലെ കൊടുക്കാറുണ്ട്. അപ്പം 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് മെഡിക്കൽ മാനേജ്മെന്റ്, രണ്ടാമത് ബ്രേസ്, അതായത് ബെൽറ്റിന്റെ സഹായത്തോടെ കറക്ഷൻ ചെയ്യാം, മൂന്നാമത് സർജിക്കൽ ഓപ്ഷൻ. സർജിക്കൽ ഓപ്ഷൻ വളരെ റെയർ ആയിട്ട് വളരെ ചുരുക്കം കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ ചെയ്യുക. ശരി ഡോക്ടർ, നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കുന്നമംഗലത്ത് നിന്ന് ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ബാലകൃഷ്ണൻ ചോദിച്ചോളൂ. കണരോഗം ഇല്ലേ കുട്ടികൾക്ക്? കണരോഗം എന്ന് പറഞ്ഞ രോഗം, അത് കണരോഗം വ്യക്തമായില്ല. എന്താണ് പ്രയാസ കുട്ടികൾക്ക്? എന്താണ് അത്? ലോകർ ലക്ഷണം പറഞ്ഞാൽ ഞാനൊന്ന് മനസ്സിലാക്കായിരുന്നു. എന്താണ് അത് വെച്ച് ഉദ്ദേശിക്കുന്നത്? കണരോഗം. ഡോക്ടർ, കാലിന്റെ കണങ്കാലിൽ ഉണ്ടാവുന്ന രോഗമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണലോ? അത് ഞാൻ ക്ലബ് ഫുട്ട് ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരു കാല് ഉള്ളിലോട്ട് വളഞ്ഞിരിക്കുന്നത്, അതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചട്ടുകാൽ എന്ന് പറയുന്നേ എന്ന് പറഞ്ഞാൽ പല ഭാഗത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് വ്യക്തത വരുത്താനാണ് ഞാൻ അത് ചോദിച്ചത്. നീളം കുറവും. അതെ. കുഞ്ഞിനിപ്പോ എത്ര പ്രായം ഉണ്ടാവും? ശരി. വ്യക്തമായില്ല. ബാലകൃഷ്ണൻ, ടിവിയുടെ വോളിയം അല്പം കുറച്ച് ഫോണിൽ സംസാരിക്കാമോ? ഇപ്പം 2 വയസ്സ് 3 വയസ്സ്. ഇത് എപ്പോഴും ജന്മനാണോ അത് അതേ നടന്ന സമയപ്പോഴാണോ കണ്ടുപിടിച്ചത്? എപ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലായത്? ചെറുതാവുമ്പോഴേ അങ്ങനെ കുറച്ച് വളഞ്ഞിട്ടായിരുന്നു. പിന്നെ അത് ഡോക്ടറെ കാണിച്ചപ്പോ കണരോഗമാണെന്ന് പറഞ്ഞു. ഡോക്ടറെ കാണിച്ചപ്പം കണരോഗമാണെന്ന് പറഞ്ഞു. എന്നിട്ട് അത് ചികിത്സിച്ചായിരുന്നോ? എന്തെങ്കിലും ചെയ്തായിരുന്നോ അതിനു വേണ്ടിയിട്ട്? ഡോക്ടർ എന്തൊക്കെ മരുന്ന് കൊടുത്തിരുന്നു. ഇപ്പൊ അതിന് നീളം കുറവാണ്, പൊതുവെ നീളം കുറവാണ് കുട്ടിക്ക്.
ഡോക്ടർ കാലിന് ആ ഭാഗത്തെ കാലിന് നീളം കുറവാണോ? അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ? അത് വ്യക്തമാവുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ടിവിയുടെ വോളിയം കാരണം ബുദ്ധിമുട്ടാണ്. ബാലകൃഷ്ണൻ, ടിവിയുടെ ശബ്ദം അല്പം കുറച്ച് വയ്ക്കാമോ? ഡോക്ടർ, എന്താണ് പരിഹാരം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അത് പരിഹാരം ഞാൻ നേരത്തെ പറയേണ്ടത്, രോഗിയെ പരിശോധിച്ച് നോക്കിയിട്ട് നമുക്കിപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് ശരിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ പ്ലാസ്റ്റർ തന്നെ ഇടേണ്ടി വരും. ഇപ്പോൾ ഈ 2 വയസ്സായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയില്ലെങ്കിലും 2 വയസ്സായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പ്ലാസ്റ്റർ ഇട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു സർജറി പോലെ ചെയ്ത് ശരിയാക്കേണ്ടി വരും. അതാണ് പറയാൻ. ഡോക്ടർ, അസ്ഥിരോഗവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ രീതികൾ എന്തൊക്കെയാണ്? അസ്ഥിമന ശസ്ത്രക്രിയ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലബ് ഫീറ്റിന് വേണ്ടിയിട്ട്, അതായത് ഈ ചട്ടുകാൽ എന്ന് പറഞ്ഞ രോഗത്തിന് വേണ്ടിയിട്ട് കാലിൻ്റെ കുഴിഞ്ഞരമ്പുണ്ട്, അത് നമ്മൾ ചെറിയ രീതിയിൽ ആ ടെൻഡൻ റിലീസ് എന്നാണ് പറയുന്നത്. മിക്ക സമയങ്ങളിലും കൈകാലിലുള്ള വളവുകൾ ചിലപ്പോൾ ടെൻഡൻ അല്ലെങ്കിൽ പേശികൾ മുറുകുന്നതിൻ്റെ ആയിരിക്കും. അത് സോഫ്റ്റ് ടിഷ്യൂ പ്രൊസീജിയർ എന്ന് പറയും. അപ്പോൾ ആ ടെൻഡൻ മാത്രം അല്ലെങ്കിൽ ആ പേശി മാത്രം നമ്മളത് റിലീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതാണ് ആദ്യത്തെ. പിന്നെ എല്ലിന് വളവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്ലാസ്റ്റർ ഇട്ട് ശരിയാവാത്ത കാര്യങ്ങളിൽ ആണെങ്കിൽ നമ്മളത് ചെറിയൊരു സർജറി പോലെ കറക്റ്റ് ആക്കിയിട്ട് അത് പിന്നെ പ്ലാസ്റ്റർ ഇട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും നമ്മൾ കുട്ടികളാകുമ്പോൾ എല്ലിൻ്റെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ട് കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാറുണ്ട്. പിന്നെ അടുത്ത കുറച്ച് കാര്യങ്ങൾ കാണുന്നത് ഫ്രാക്ചർ, അത് വീണ് കയ്യും കാലും ഫ്രാക്ചർ ആവുകയാണെങ്കിൽ അത് നമ്മൾ വളവ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കിയിട്ട് പ്ലാസ്റ്റർ ഇട്ട് ചികിത്സിക്കുക. എന്നിട്ട് ആ ഡ്യൂറേഷൻ ഉണ്ട്. കൈ ആകുമ്പോഴത്തേക്ക് കൈയുടെ ഫ്രാക്ചർ ഏകദേശം ഒരു മാസം മുതൽ 1 മാസം, 3 ആഴ്ച മുതൽ 4 ആഴ്ച. കാൽഭാഗമാണെങ്കിൽ ചിലപ്പം 1 മുതൽ 1.5 മാസം 2 മാസം വരെ എടുക്കാറുണ്ട്. അത് കഴിയുമ്പോൾ അത് ശരിയായി പോകാറുണ്ട്. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഈ പ്ലാസ്റ്റർ കൊണ്ട് ശരിയാവാത്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് സാധാരണ പോകുന്നത്. കുട്ടികളാകുമ്പോഴത്തേക്ക് പല കാര്യങ്ങളിലും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുട്ടികളുടെ പ്രായം എന്താണ്, ഈ പരിക്ക് അല്ലെങ്കിൽ ഈ വൈകല്യം തുടങ്ങിയിട്ട് എത്ര നാളായി, പിന്നെ ഇനി എത്ര വളർച്ച ബാക്കിയുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. വലിയ ആൾക്കാരെ പോലെ അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നമ്മൾ അതിനൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ പറയാറില്ല. അതിൽ കുട്ടിയെ പരിശോധിച്ച് നോക്കിയിട്ട് അപ്പോഴെന്താ അതിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം അതാണ് നമ്മൾ സാധാരണ ചെയ്യുക. ശരി ഡോക്ടർ, കുട്ടികളുടെ അസ്ഥി ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാൻ എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. കുഞ്ഞുങ്ങളിലെ അസ്ഥിരോഗങ്ങളെക്കുറിച്ചും അസ്ഥി വൈകല്യങ്ങളെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മോട് സംസാരിച്ചത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റും സർജനുമായ ഡോക്ടർ ആർ റിജുവാണ്. ഡോക്ടർ നന്ദി. നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.